വില്ലേജ് ഓഫീസുകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കേരളത്തിലാകെ മാറുകയാണ്. മാതൃവകുപ്പായിട്ടുള്ള റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള വില്ലേജ് ഓഫീസുകൾ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞും ആവശ്യമായിട്ടുള്ള രേഖകൾ കുമിഞ്ഞുകൂടിയിട്ടും വൃത്തികെട്ട നിറം മങ്ങിയ ചുമരുകളായും വന്നിരിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോ അകത്തിരിക്കുന്ന ജീവനക്കാർക്ക് സൗകര്യപ്രദമായ അന്തരീക്ഷമോ ഇല്ലാത്ത വിധത്തിൽ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു സമയത്ത് ഈ ഗവൺമെൻറ് ആ വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കാൻ തീരുമാനിച്ചു. പുതിയ കെട്ടിടങ്ങൾ പണിതും നിലവിലുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചും ഇന്ന് കേരളത്തിൽ ആകെയുള്ള 1666 വില്ലേജുകളെ പ്രതിനിധീകരിക്കുന്ന 1542 കെട്ടിടങ്ങളിൽ 1018 ഇപ്പോൾ സ്മാർട്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 212 കെട്ടിടങ്ങൾക്ക് പുതിയതായി പണം അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എല്ലാ കെട്ടിടങ്ങളും സ്മാർട്ട് കെട്ടിടങ്ങളായി, എല്ലായിടത്തും ഇ ഓഫീസുകളായി, 1666 വില്ലേജുകളെയും ഈ സംവിധാനത്തിലൂടെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് വില്ലേജ് വിപ്ലവത്തിലേക്ക് കേരളം പോയി എന്നുള്ളത് ഏറ്റവും സന്തോഷകരം. ഉല്ലൂർ നിയോജക മണ്ഡലം വളരെ വിപുലമായിട്ടുള്ള ദൈർഘ്യമേറിയ ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു റവന്യൂ ഭൂമികയാണ്. മദാമത്തോപ്പ് മുതൽ വാണിയമ്പാറ വരെ നീണ്ടു കിടക്കുന്ന ഈ വിപുലമായ മണ്ഡലത്തിൽ 18 വില്ലേജ് ഓഫീസുകളാണുള്ളത്. സ്ഥലപരിമിതി ഉള്ള ഒരു കെട്ടിടത്തിലാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്തിരുന്നത്. പൊതുജനങ്ങളുടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനോ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പോലും മതിയായ സൗകര്യങ്ങളില്ലാതിരുന്ന ആ വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനത്തിനെയും അത് സ്ഥലപരിമിതി വളരെയധികം ബാധിച്ചിരുന്നു. അത് ഈ കെട്ടിടത്തിൻ്റെ കെട്ടിലും മട്ടിലും മാത്രമല്ല, നമ്മുടെ വില്ലേജിൽ നിന്ന് നൽകുന്ന സേവനങ്ങൾ സ്മാർട്ടാക്കുന്നതിനും വേഗതയിലാക്കുന്നതിനും വേണ്ടിയുള്ള ഒട്ടനവധി നിർദ്ദേശങ്ങളും ഉത്തരവുകളും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി രാജീവ് സാറിൻ്റെ കാലത്തുണ്ടായെന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം തന്നെ പറയുകയാണ്. മാത്രമല്ല, ഒല്ലൂരിൽ റവന്യൂ വകുപ്പ് ഒരു പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടു. അത് 18 വില്ലേജുകളെയും സോളാറിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുക എന്നതാണ്. അതിനാവശ്യമായ പണം നീക്കിവെച്ച് അനർട്ടിന് അതിൻ്റെ ചുമതല ഇപ്പോൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസുകളിൽ രേഖകൾക്ക് വേണ്ടി ക്യൂ നിൽക്കാതിരിക്കാൻ 18 വില്ലേജ് ഓഫീസുകളിലും കിയോസ്കുകൾ സ്ഥാപിക്കുന്ന പണം നീക്കിവെച്ചതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ആ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. 2026 പകുതിയാകുമ്പോഴേക്കും എല്ലാ വില്ലേജ് ഓഫീസിലും ചെന്നാൽ ജീവനക്കാരെ കാണാതെ തന്നെ റിലീസിലോ റവന്യൂ വകുപ്പിൻ്റെ മറ്റു രേഖകളിലോ ഉള്ള ഏതു രേഖയും നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ സ്വയം കഴിയുന്ന വിധത്തിലുള്ള കിയോസ്കുകൾ, സോളാർ പാനലുകൾ, ജീവനക്കാർക്കിരിക്കാവുന്ന വിപുലമായ സൗകര്യങ്ങളോടെ മനോഹരമായ വില്ലേജ് ഓഫീസുകൾ. നമുക്ക് റവന്യൂ രംഗത്തും വലിയ മുന്നേറ്റമുണ്ടായ ഒരു കാലമാണിത്. ഒന്നിച്ചുയർന്ന് ഒല്ലൂർ.